എന്താ ഈ കാറുകളുടെ പ്രത്യേകത? ദേ ആർ ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ദുബായ്. ഈ കാറുകളെല്ലാം കേരളത്തിലെ റോഡുകളിലൂടെ പറക്കുന്നത് നമുക്ക് കാണാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇത്രയും ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിട്ടും എങ്ങനെ ഇവരിത് ചെയ്യുന്നു? $40,000 അഥവാ 35 ലക്ഷം രൂപ വരുന്നൊരു കാറിന് 70% ഡ്യൂട്ടിയും 40% സർചാർജും ഉണ്ടാവും. അൺലെസ് യു ഹാവ് ദിസ് ഡോക്യുമെന്റ്, മീറ്റ് കാർനെയുടെ പാസേജ്, ഫോറിൻ കാർസ് ഇന്ത്യയിലേക്ക് ടെമ്പററി ആയിട്ട് കൊണ്ടുവരാനുള്ള ഗോൾഡൻ പാസ്പോർട്ട്. ഇതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഡോക്യുമെന്റ് ആണ്, ഇഷ്യൂഡ് ബൈ ഓട്ടോമൊബൈൽ അസോസിയേഷൻസ് അബ്രോഡ്. ഇതിൽ നിങ്ങളുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ്, എഞ്ചിൻ നമ്പർ, ഈവൻ അതിൻ്റെ റൂട്ട് വരെ ഉണ്ടാവും. ബട്ട് വെയിറ്റ്, 6 മാസത്തിനുള്ളിൽ ഈ വണ്ടി തിരിച്ചു പോയില്ലെങ്കിൽ കസ്റ്റംസ് ഇതിനെ സ്മഗ്ലിംഗ് ആയിട്ട് കണക്കാക്കും. പിന്നെ നിങ്ങൾ അതിൻ്റെ ടാക്സും ഡ്യൂട്ടീസും എല്ലാം അടക്കേണ്ടി വരും. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ ദുബായിലെ റെസിഡന്റ് ആയിരിക്കണം, ഓർ എനി അതർ കൺട്രി ദാറ്റ് യു ആർ ഇമ്പോർട്ടിംഗ് ഫ്രം. അതായത് നിങ്ങളൊരു NRI ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് പേ ചെയ്യുക, കാർ ഷിപ്പിംഗ് കണ്ടെയ്നറിൽ കയറ്റി വിടുക, ബൂം, കാർ ഇന്ത്യയിലെത്തി. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ ഡോക്യുമെന്റ്സ് വെച്ച് കൊച്ചി പോർട്ട് വഴി കാർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ, മുംബൈയിലൊക്കെയുള്ള ഓട്ടോ ഷോസിന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ പിള്ളേർ യൂസ് ചെയ്യുന്ന ട്രിക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാർ എടുക്കാൻ പോകുന്നത്? പോർട്സ് ഫിൽ ആവുന്നതിന് മുമ്പ് കമന്റ് ആവും.